ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സർക്യൂട്ട് ഓഫ് SCR ആണ്. നമ്മുടെ SCRൻ്റെ ഹീറ്റിങ്ങും കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് കുറച്ച് ചുരുക്കി ബ്രീഫായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഈ സെഷനിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ്, ഒരു SCRനെ സംബന്ധിച്ചിടത്തോളം ആ SCR കണ്ടക്ഷനിലായിരിക്കുന്ന സമയത്ത്, നമ്മുടെ SCR കണ്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള കുറേ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. ചാർജ് കാരിയേഴ്സ്, നമ്മുടെ SCRൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ആ കണ്ടക്ഷനിലാകുന്ന സമയത്ത് ആ ചാർജ് കാരിയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് എനർജി, ഇവയുടെ ഉള്ളിലുള്ള എനർജി, ഹീറ്റ് എനർജി അല്ല, അവയുടെ ഉള്ളിലുള്ള എനർജി. ഇപ്പം ചാർജ് കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ്, ഹോൾസ് ഒക്കെയാണ്. ഈ ഇലക്ട്രോൺസിനെല്ലാം എനർജി ഉണ്ടാകും. അപ്പോൾ SCR കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ എനർജി ലോസ് ആവുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടും. ഇങ്ങനെ നഷ്ടപ്പെടുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഈ ഹീറ്റ് എനർജി നമ്മുടെ SCRൻ്റെ, നമ്മുടെ ഡിവൈസിൻ്റെ പുറത്തേക്ക് പോകും, അഥവാ ആംബിയൻറ്റിലേക്ക്, നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഹീറ്റിംഗ്, കൂളിംഗ് എന്താണെന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു SCRനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലാണ്, നമ്മുടെ SCRൻ്റെ ജംഗ്ഷനിലാണ് എന്തുണ്ടാകുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ജനറേഷൻ നടക്കുന്നത് എവിടെയാണ്? SCRൻ്റെ ജംഗ്ഷനിലാണ്. പിന്നീട് SCRൻ്റെ കേസിങ്ങിലേക്ക് ആ ഹീറ്റ് ഫ്ലോ ചെയ്യും. പിന്നീട് അവിടെ നിന്ന് SCR സിങ്കിലേക്ക്, ഹീറ്റ് സിങ്കില്ലേ, അതിലേക്ക് പോകും. പിന്നീട് നമ്മുടെ ആംബിയൻറ്റിലേക്ക്, നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് പോകും. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് കേസിങ്ങിലേക്ക്, അവിടെ നിന്ന് സിങ്കിലേക്ക്, അവിടെ നിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, ആംബിയൻറ്റിലേക്ക്, ഇങ്ങനെയാണ്. അപ്പോൾ അവസാനം ഈ ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? ആംബിയൻ്റ് ടെമ്പറേച്ചറായിട്ട് മാറും. അപ്പോൾ ഹീറ്റ് ഫ്ലോ എങ്ങനെയാണ്? ജംഗ്ഷനിലാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SCR കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ SCRനകത്തുള്ള ചാർജ് കാരിയേഴ്സ്, അതിൻ്റെ എനർജി ലോസ് ആകും. ഈ ലോസ് ആകുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഈ ഹീറ്റ് എനർജി ജംഗ്ഷനിൽ വെച്ചാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഹീറ്റ് എനർജി പിന്നീട് SCRൻ്റെ കേസിങ്ങിലേക്കും, അവിടെ നിന്ന് സിങ്കിലേക്കും, പിന്നീട് പുറത്തേക്ക് ആംബിയൻറ്റിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഹീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറ്റ് എവിടെയാണ്? ജംഗ്ഷനിലായിരിക്കും ഏറ്റവും ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുക. അതേപോലെ തന്നെ പിന്നീട് ആ ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. കാരണം ഹീറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് അവസാനം അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ അതേപോലെ തന്നെ നമ്മുടെ ഈ ഹീറ്റിംഗ് അനലോഗി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില്ലറ ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഏതായാലും ആ ഒരു പോർഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും അതേപോലെ തന്നെ തെർമൽ സിസ്റ്റത്തിലുമുള്ള അനലോഗി പറയാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക്കലിലെ കാര്യം. അത് കഴിഞ്ഞ ഉടനെ നമ്മളിപ്പുറത്ത് പറയും തെർമലിലെ കാര്യം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ, തെർമൽ, അനലോഗിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇലക്ട്രിക്കലിലെ സംഭവം എന്നുള്ളത് നോക്കുക. നമുക്കറിയാം, ഇലക്ട്രിക്കലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചാർജ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി നമുക്കറിയാം. യൂണിറ്റ് കുളൂമാണ്. കുളൂം എന്ന് പറയും ചാർജിന് ഇക്വലൻ്റ് ആയിട്ട് തെർമലിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ചാർജിന് ഇക്വലൻ്റ് ആയിട്ട് തെർമലിലുള്ള ക്വാണ്ടിറ്റിയുടെ പേരാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ചാർജിന് തുല്യമായിട്ട് തെർമൽ സിസ്റ്റത്തിലുള്ള, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ചാർജിന് തുല്യമായിട്ട് തെർമൽ സിസ്റ്റത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഹീറ്റ് എനർജി. അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഇവിടെ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ചാർജ് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ചാർജിൻ്റെ ഫ്ലോയാണ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക, ഇലക്ട്രിക് ചാർജുകളുടെ ഫ്ലോ.
ഈ ചാർജ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് വേണം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് തന്നെയാണ് വോൾട്ടേജ് ഡിഫറൻസിൻ്റെയും യൂണിറ്റ്. വോൾട്ട് എന്നുള്ളതാണ് യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് വേണം. ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താ? ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് തന്നെയാണ് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ യൂണിറ്റ്. ഇനി ചാർജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ, അതിന് വിളിക്കുന്ന പേരെന്താ? നമുക്ക് പറയാം റേറ്റ് ഓഫ് ചാർജ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. റേറ്റ് ഓഫ് ചാർജ് ഫ്ലോനെ വിളിക്കുന്ന പേരെന്താ? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ. ഇതേപോലെ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ, അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിച്ചാൽ മതി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവമാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. എപ്പോഴും റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർ ടൈം ബൈ ടൈം എന്ന്. അപ്പോൾ അത് റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ dQ/dt ആണ്. അതേപോലെ ഇവിടെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. DE എനർജി ബൈ ടൈം. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പവർ എന്നുള്ള ഒരു സംഭവം കൂടെ പറയാം. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ബൈ ടൈം പവറാണ്. എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. സോ ഇതിനെന്തുകൂടെ പറയാം? നമുക്ക് വേണമെങ്കിൽ തെർമൽ പവർ എന്നും പറയാം. തെർമൽ പവർ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തെർമൽ പവർ എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്താ പറയുക? ഇപ്പോൾ രണ്ട് രീതിയിൽ യൂണിറ്റ് പറയാം. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂളാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡാണ്. സോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം തെർമൽ പവർ. ജൂൾ പെർ സെക്കൻഡ് എന്ന് വാട്ടാണ്. വാട്ട്. അപ്പോൾ വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, ഇതാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തെർമൽ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നാലാമത്തേത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ടാണ്. വോൾട്ടേജ് ബൈ കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. അങ്ങനെയാണെങ്കിൽ തെർമൽ പവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഓം ആണ് നമുക്കറിയാം. വോൾട്ടേജ് ബൈ കറണ്ടാണ്. അങ്ങനെയാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ബൈ ഇലക്ട്രിക് കറണ്ട് അങ്ങനെയും പറയാം. അപ്പോൾ ഇവിടെ തെർമൽ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ പവർ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ക്വാണ്ടിറ്റി പറയാൻ പോവാണ്. ഏതായിരുന്നു? തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ പവർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിട്ടാണ് വരിക? ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ യൂണിറ്റ് പെർ ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ തെർമൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് പെർ വാട്ട് എന്നുള്ളതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ പവർ. അപ്പോൾ ഈ യൂണിറ്റ് കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇക്വലൻ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇക്വലൻ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെയും തെർമൽ സിസ്റ്റത്തിലെയും അനലോഗിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഹീറ്റ് എനർജി. വോൾട്ടേജ് ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ്. വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യുന്നത്. ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ റേറ്റ് ഓഫ് ചാർജ് ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. അതേപോലെ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് തെർമൽ പവർ. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാനുള്ള കാരണം? റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ടൈം എന്നാണ്. അപ്പോൾ എനർജി ബൈ ടൈം എന്ന് വരും. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവറാണ്. സോ തെർമൽ പവർ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. ഇവിടെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ആംബിയർ ആണ്. dQ/dt. ഓക്കെ, പിന്നീട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ബൈ കറണ്ട് ആണ്. അതേപോലെ ഇവിടെ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ഇതിങ്ങനെ അല്ലേ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ട്. അതുപോലെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ പവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
അനലോഗസ് ക്വാണ്ടിറ്റി, അനലോഗിയിൽ പഠിക്കാനുള്ളത്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. തെർമൽ പവറിൻ്റെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ടാണ്. തെർമൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് പെർ വാട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ഇനി ഒരു തെർമൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. ഒരു ഫിഗർ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ആ ഫിഗർ ഇങ്ങനെയാണ്. ഒരു തെർമൽ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജംഗ്ഷനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ, അതേപോലെ തന്നെ ഇതാണ് പവർ, നമ്മുടെ തെർമൽ പവർ. ഇവിടെയാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചറിനെ നമുക്ക് TJ എന്ന് പറയാം. ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചറിനെ നമുക്ക് TJ എന്ന് പറയാം. ഇവിടെ അടുത്ത ജംഗ്ഷൻ അത് കേസിംഗ് ആണ്, അവിടുത്തെ ടെമ്പറേച്ചറിനെ TC എന്ന് പറയാം. ഇവിടെ അടുത്ത ജംഗ്ഷൻ അടുത്ത പോയിന്റ് അവിടുത്തെ സിങ്ക് ആണ്, അപ്പോൾ അടുത്ത പോയിന്റ് സിങ്ക് സിങ്ക് എന്ന് പറയാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻ്റ് ആണ്, അറ്റ്മോസ്ഫിയർ ആണ്, സോ TA എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പോയിന്റുകൾ. ഇത് ജംഗ്ഷൻ, ഇത് കേസിംഗ്, ഇത് സിങ്ക്, ഇത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസിന് നമുക്ക് പറയാം θJC എന്ന് പറയാം. ഇതിനെ നമുക്ക് പറയാം θCS എന്ന് പറയാം. ഇത് നമുക്ക് പറയാം θSA എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് നമ്മുടെ തെർമൽ പവറാണ്. തെർമൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? തെർമൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തെർമൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? കറണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേമാണ്. തെർമൽ സിസ്റ്റത്തിൽ കറണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേമാണ് എന്ത്? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചാർജ് ട്രാൻസ്ഫർ, ചാർജ് ഫ്ലോ ആണ്. അതേപോലെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തെർമൽ പവർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇപ്പോൾ നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ തെർമൽ പവറിൻ്റെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് പോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താ? TJ മൈനസ് TC ബൈ θJC എന്ന് പറയാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് എല്ലാം സെയിം ആണ്. അപ്പോൾ കറണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള തെർമൽ പവറും എന്തായിരിക്കും? സീരീസ് സർക്യൂട്ടിൽ സെയിം ആയിരിക്കും. അപ്പോൾ ആ തെർമൽ പവറിനെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കറണ്ടിനെ പോലെ തന്നെ സെയിം ആണ്. ഇവിടുത്തെ കറണ്ട് തന്നെ ഇവിടെ ഈ റെസിസ്റ്ററിലെ കറണ്ട് തന്നെ ഈ റെസിസ്റ്ററിലെ കറണ്ട്, അതിന് ഈ റെസിസ്റ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ തെർമൽ റെസിസ്റ്റൻസിലുള്ള തെർമൽ പവർ തന്നെയാണ് ഈ തെർമൽ റെസിസ്റ്റൻസിലെ തെർമൽ പവറും, അത് തന്നെയാണ് ഇവിടുത്തെ തെർമൽ പവറും. അപ്പോൾ ഇവിടുത്തെ തെർമൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്. ഇവിടുത്തെ തെർമൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്. ഇവിടുത്തെ ആണെങ്കിലോ അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും: TJ മൈനസ് TC ബൈ θJC. അല്ലെങ്കിൽ അടുത്തത് ഇവിടുത്തെ കാണുമ്പോൾ എന്താ വരിക? TC മൈനസ് TS ബൈ θCS. അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ വരിക? TS മൈനസ് TA ഡിവൈഡഡ് ബൈ θSA എന്ന് വരും. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ TCക്ക് ഇക്വേഷൻ എഴുതാം. TCക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. കാരണം ഈ PAV സമം TJ മൈനസ് TC ബൈ θJC എന്നുണ്ട്. അതേപോലെ PAV സമം TC മൈനസ് TS ബൈ θCS എന്നുണ്ട്. ഇവിടുന്ന് രണ്ടിനും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? TCക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? TSനും ഇക്വേഷൻ എഴുതാം. TSന് ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടുന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടുന്ന് എഴുതാം. PAV ഈക്വൽ TC മൈനസ് TS ബൈ θCS എടുക്കാം, അല്ലെങ്കിൽ PAV ഈക്വൽ TS മൈനസ് TA ബൈ θS എടുക്കുക. ഏതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ θJC എന്ന് പറയുന്നത്, θJC ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഒരു തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതായത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ SCR ഉണ്ടാക്കിയത്, അതുപോലെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്,
അപ്പം മെറ്റീരിയൽ, നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് SCR ഉണ്ടാക്കിയത്, അതേപോലെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് SCR ഉണ്ടാക്കിയത്, ഇതാണ് ഇവിടുത്തെ ഈ തെർമൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അതേപോലെ θCS എന്ന് പറയുന്ന ഈ ഒരു തെർമൽ റെസിസ്റ്റൻസ് അത് ഏതൊക്കെ തമ്മിലുള്ളതാ? കേസിങ്ങും സിങ്കും തമ്മിലുള്ളതാണ്. ആ ഒരു തെർമൽ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. KC സിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അവിടെ സിങ്കിൻ്റെ അവിടുന്ന് മൗണ്ട് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മെത്തേഡ് ഓഫ് മൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് മൗണ്ടിങ് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുമാത്രമല്ല നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ ഏരിയ എത്രത്തോളമുണ്ട്, ഹീറ്റ് സിങ്കിൻ്റെ ഏരിയ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു തെർമൽ റെസിസ്റ്റൻസ്, ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് θCS എന്ന് പറയുന്നത് നമ്മുടെ മൗണ്ടിങ് മെത്തേഡ് ഏതാണ് എന്നുള്ളതിനനുസരിച്ചും അതേപോലെ ഹീറ്റ് സിങ്കിൻ്റെ ഏരിയ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് മാറും. അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ തെർമൽ റെസിസ്റ്റൻസ് ആണെങ്കിലോ മെറ്റീരിയലും അതേപോലെ തന്നെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ SCR ഉണ്ടാക്കിയത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള ഏതാ? θSA എന്ന് പറയുന്നതാണ്. θSA എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം നോക്കണം. കൂളിങ്ങും അതേപോലെ തന്നെ ഏത് ടൈപ്പ് കൂളൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു സർക്യൂട്ടിൽ എന്നുള്ളതിനെയാണ് θSA ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂളിംഗ് ഏത് ടൈപ്പാണ്, കൂളിംഗ് മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ കൂളൻ്റ് ഏതാണ്, കൂളിങ്ങും കൂളൻറ്റും ഏതാണെന്ന് നോക്കിയിട്ടാണ് ഈ ഒരു തെർമൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് കൂളിംഗ് ആണ്, ഏത് ടൈപ്പ് കൂളൻ്റ് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത് എക്സാം ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഏതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് തെർമൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? തെർമൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ്. മറ്റൊരു ചോദ്യത്തിൽ തെർമൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? തെർമൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ പവർ. അപ്പോൾ ഈ ഒരു അനലോഗി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൊത്തത്തിലുള്ള പവർ ആവറേജ് കാണണമെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഈ അവസാനത്തെ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രം എടുക്കാം. അപ്പോൾ എത്ര വരിക? TJ മൈനസ് TA ഡിവൈഡഡ് ബൈ ഈ മൂന്ന് റെസിസ്റ്ററുകളുടെയും സം എത്രയാ? θJC പ്ലസ് θCS പ്ലസ് θSA. അങ്ങനെ മൂന്നിനും കൂടെ ഒരുമിച്ച് എഴുതാം. മൊത്തത്തിലുള്ള നമ്മൾ ഓരോന്നായിട്ട് പറയുന്നതിന്, ഓരോന്ന് സെപ്പറേറ്റ് കറണ്ട് പറയുന്നതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ രണ്ട് അറ്റങ്ങളിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയും പറയാം PAV കാണാനായിട്ടുള്ളത്. അപ്പോൾ PAV കാണാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഇക്വേഷൻ, അതേപോലെ ഇങ്ങനെ ഒറ്റ ഇക്വേഷൻ. ഇത് കണക്കായിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം, ഇക്വേഷൻ മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാം, യൂണിറ്റുകൾ ചോദിക്കാം. ഇതൊക്കെയാണ് ഇവിടുന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? യൂണിറ്റുകൾ ചോദിക്കാം, ഇക്വേഷൻസ് ചിലപ്പോൾ ചോദിക്കാം, അതേപോലെ തന്നെ ഇത് വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് സീരീസ് ആൻഡ് പാരലൽ ഓപ്പറേഷൻ ഓഫ് SCR. SCRകളെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ രണ്ട് SCRകളെ ഞാൻ കാണിക്കുകയാണ്. ഈ രണ്ട് SCRകളെ കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയിട്ടാണ്. ഇനി മറ്റ് രണ്ട് SCRകളെ കാണിക്കുകയാണ്. ഈ രണ്ട് SCRകളെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആയിട്ടാണ്. ശരിയല്ലേ? ഇത് AB, ഇത് AB, രണ്ട് പോയിന്റുകൾ. അപ്പോൾ ഈ രണ്ട് SCRകളെ സീരീസ് ആയിട്ടും ഈ രണ്ട് SCRകളെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണത്തിന് എക്സാമ്പിൾ വെച്ച് കാണിച്ചതാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഇതിലുള്ള ഫോർവേഡ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ബ്ലോക്കിംഗ് കപ്പാസിറ്റി അത് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഓർക്കുക. സീരീസ് ആയിട്ട് നമ്മൾ എന്തിനാണ് തെരസർ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ബ്ലോക്കിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനാണ്. വോൾട്ടേജ് ബ്ലോക്കിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം പാരലലായിട്ട് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ക്യാരിയിങ് ക്യാപ്പബിലിറ്റി, കറണ്ട് ക്യാരി ചെയ്യാനുള്ള കഴിവ് കൂട്ടുന്നു. നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടും, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ ആ കൂടുതൽ കറണ്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇതിങ്ങനെ ഷെയർ ചെയ്തെടുത്തോളും. ഇങ്ങനെ വരുന്ന കറണ്ട് കൂടുതലാണെങ്കിൽ അത് കുറച്ചിങ്ങോട്ട് അങ്ങനെ കൂടുതൽ തൈറസ്റ്ററുകൾ പാരലായിട്ടുണ്ടെങ്കിൽ ഓരോ തൈറസ്റ്ററും ഷെയർ ചെയ്തെടുത്തോളും. അതേസമയം
അപ്പോൾ ഇത് വോൾട്ടേജ് ബ്ലോക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഈ തൈറസ്റ്റർ ഓഫാക്കി ഇടുന്ന സമയത്ത് നമ്മുടെ ഈ മുഴുവൻ വോൾട്ടേജും ചിലപ്പോൾ ഒരു ഒറ്റ തൈറസ്റ്ററിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ 2 തൈറസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഷെയർ ചെയ്തെടുത്തോളും. 3 ഉണ്ടെങ്കിലോ 3 ഷെയർ ചെയ്തെടുത്തോളും. ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലോ അത് അതിനനുസരിച്ച് ഷെയർ ചെയ്തെടുത്തോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ്. വോൾട്ടേജ് ബ്ലോക്കിംഗ് കപ്പാസിറ്റി കൂട്ടാനാണ് സീരീസ് കണക്ഷൻ, കറണ്ട് ക്യാരിങ് കപ്പാബിലിറ്റി കൂട്ടാനാണ് പാരലൽ കണക്ഷൻ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. സ്ട്രിങ് എഫിഷ്യൻസി. അപ്പോൾ സീരീസ് ആകുമ്പോഴും പാരലൽ ആകുമ്പോഴും എന്താണ് സ്ട്രിങ് എഫിഷ്യൻസി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെയാണ് സ്ട്രിങ് എന്ന് പറയുക. ഈ കോമ്പിനേഷനെ പറയുന്ന പേരാണ് സ്ട്രിങ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിലും പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിങ് എന്നുള്ളത്. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, നമ്മുടെ തൈറിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം. അതിനെ രണ്ടിനെയും നമ്മൾ പറയുന്ന പേരെന്താ, സ്ട്രിങ് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസിയാണ്. അതെങ്ങനെ കാണുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ സീരീസിലും പാരലലും 2 രീതിയിലാണ് ഇതിൻ്റെ ഇക്വേഷൻ പറയുക. രണ്ടും ഒരേ രീതിയാണ്, പക്ഷേ രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും ഒരേ രീതിയിൽ കൂടെയാണ് കണ്ടുപിടിക്കുന്നത്, പക്ഷേ രണ്ടും എന്താണ്, അതിൻ്റെ ടേംസ് വ്യത്യസ്തമാണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ വോൾട്ടേജ് എത്രയാണ്, ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് സ്ട്രിങ്, ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് സ്ട്രിങ്, ഓക്കെ, divided by actual voltage rating of string divided by ഇവിടെ n എന്താന്ന് പറയാം, n ഇൻറ്റു അല്ലെങ്കിൽ നമ്പർ ഓഫ് SCR ഇൻറ്റു ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് SCR. ഇപ്പോൾ ഇതൊരു SCR ആണ്, ഇത് മറ്റൊരു SCR ആണ്. അപ്പോൾ SCR എന്താണ്, ഒരു SCRൻ്റെ മാത്രം റേറ്റിംഗ് ആണ് ഇവിടെ എഴുതുന്നത്, ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് SCR. ഇവിടെ പറഞ്ഞ എന്താ, ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് സ്ട്രിങ്. ഈ മൊത്തം സ്ട്രിങ്ങിന് ഒരു വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും. ആ മൊത്തത്തിലുള്ള വോൾട്ടേജ് റേറ്റിംഗ് ആണ് മുകളിൽ വെക്കേണ്ടത്, ഒരൊറ്റൊന്നിൻ്റെ മാത്രം വോൾട്ടേജ് റേറ്റിംഗ് ആണ് താഴെ വെക്കേണ്ടത്. അതേപോലെ ഇവിടെ എത്ര എണ്ണം SCRകൾ ഉണ്ട്, ഇപ്പോൾ ഇതാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ, ആ എണ്ണമാണ് ഇവിടെ വെക്കേണ്ടത്. സോ സ്ട്രിങ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ, സിമ്പിളാണ്. എന്താ, ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ എൻറ്റയർ സ്ട്രിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് SCRs ഇൻറ്റു ആക്ച്വൽ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് എ സിംഗിൾ SCR. മുകളിൽ പറയേണ്ടത്, ന്യൂമറേറ്ററിൽ പറയേണ്ടത് മൊത്തത്തിലുള്ള സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, താഴെ പറയേണ്ടത് ഒരൊറ്റ SCRൻ്റെ മാത്രം വോൾട്ടേജ് റേറ്റിംഗ്. മാത്രമല്ല ഇവിടെ എന്ത് പറയണം, നമ്പർ ഓഫ് SCR എത്ര എണ്ണം ഉണ്ട് എന്നുള്ള അടിയിൽ പറയണം. ഇനി സെയിം ഇക്വേഷൻ, സെയിം സ്റ്റൈൽ ഓഫ് ഇക്വേഷൻ ഇവിടെ ആകുമ്പോൾ നമ്മൾ പറയേണ്ടത് കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി പാരലലിൻ്റെ കേസിലാകുമ്പോൾ എങ്ങനെ വരും, സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോൾട്ടേജ് റേറ്റിങ്ങിന് പകരം നമ്മൾ എന്ത് പറയും, ഈ മൊത്തത്തിലുള്ള സ്ട്രിങ്ങിൻ്റെ കറണ്ട് ഈ മൊത്തം സ്ട്രിങ്ങിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയാണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് SCRs ഇൻറ്റു ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് SCR. അപ്പോൾ എന്താ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ സ്ട്രിങ്ങിൻ്റെ സ്ട്രിങ് എഫിഷ്യൻസി എന്താ, ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ എൻറ്റയർ സ്ട്രിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് SCRs ഇൻറ്റു ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് 1 SCR. ഒരു SCRൻ്റെ ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിലും പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് ഒരേ സ്റ്റൈലിലാണ്. പക്ഷേ ഈ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് വോൾട്ടേജ് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതേസമയം പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. മുകളിൽ ന്യൂമറേറ്ററിൽ നമ്മൾ പറയേണ്ടത് സ്ട്രിങ്ങിൻ്റെ റേറ്റിംഗും താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ പറയേണ്ടത് ഒരു SCRൻ്റെ മാത്രം റേറ്റിംഗുമാണ്. അതേപോലെ അതുമായിട്ട് ഇൻഡു ചെയ്യണം നമ്പർ ഓഫ് SCRകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. സോ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് സീരീസ് കണക്ഷൻ ഓഫ് ഓർ സീരീസ് കോമ്പിനേഷൻ ഓഫ് SCRs is the ratio of actual voltage rating of the string to the product of or multiplication of number of SCRs and actual voltage rating of SCR. In the case of parallel combination of SCRs,
The string efficiency is equal to actual current it is a ratio of actual current rating of the entire string to the product of number of SCRs and actual current rating of one SCR. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചോദ്യങ്ങളിപ്പോൾ മൊത്തത്തിലുള്ള സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നമുക്ക് തരിക, ഒരൊറ്റ SCRൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് തരിക, എത്ര എണ്ണം SCR ഉണ്ടെന്ന് തരിക. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ടേമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് എഫിഷ്യൻസി കഴിഞ്ഞാൽ മറ്റൊരു ടേമാണ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്നുള്ളത്. എന്താണ് ഡി റേറ്റിംഗ് ഫാക്ടർ? എന്താണ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസി. സ്ട്രിങ് എഫിഷ്യൻസി 1ൽ നിന്ന് സ്ട്രിങ് എഫിഷ്യൻസി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി റേറ്റിംഗ് ഫാക്ടർ കിട്ടുന്നു. ഇപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് ഡി റേറ്റിംഗ് ഫാക്ടർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിങ് എഫിഷ്യൻസി കാണുക, എന്നിട്ട് 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസി ചെയ്താൽ എന്ത് കിട്ടും? ഡി റേറ്റിംഗ് ഫാക്ടർ കിട്ടും. ഈ ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റത്തിൽ എത്രത്തോളം ഡിവൈസുകളുടെ റേറ്റിംഗ്, എത്രത്തോളം ഡിവൈസുകളാണ് അല്ലെങ്കിൽ എത്രത്തോളം റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് ഡിവൈസുകൾ നമുക്കുണ്ട്, അതിൽ കുറച്ച് ഡിവൈസുകൾ ഇപ്പോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷനാണ് അല്ലെങ്കിൽ അതിന് താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടാണ്. അപ്പോൾ നമുക്ക് പറയുകയാണ്, ഇപ്പോൾ ഡി റേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞത് കൂട്ടത്തിൽ എത്ര ആ റേറ്റിംഗ് മൊത്തം റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 തൈറിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ആ 10ൻ്റെയും റേറ്റിംഗ് എല്ലാം കൂടെ സമ്മാണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു റേറ്റിംഗ്, അതിൻ്റെ സ്ട്രിങ്ങിനൊരു റേറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ എന്തുകൊണ്ട് ഇതിപ്പോൾ എന്താ വ്യത്യാസം വരാനുള്ള കാരണം? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് രണ്ടും ഒന്നല്ലേ വരിക എന്നുള്ളത്. അതാദ്യം പറയാം. ഇപ്പോൾ ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് SCRൻ്റെ ഇപ്പോൾ ഇതിൻ്റെ SCRൻ്റെ കറണ്ട് റേറ്റിംഗ് ഇവിടെ 1 ആംപിയറാന്ന് വിചാരിക്കാം, ഇതിൻ്റെതും 1 ആംപിയറാന്ന് വിചാരിക്കാം. അങ്ങനെ അതേപോലെ മൊത്തം വരുമ്പോൾ എത്ര? 2 ആംപിയറാന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് റേറ്റിംഗ് എത്ര വരിക? 2 ആംപിയർ ഡിവൈഡഡ് ബൈ 1 × 2. അപ്പോൾ എത്ര വരിക? 1 എന്ന് തന്നെ വരിക. റേറ്റിംഗ് 1 എന്ന് വരും, സ്ട്രിങ് എഫിഷ്യൻസി 1 എന്ന് വരും അല്ലേ. ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് സ്ട്രിങ്, മൊത്തം സ്ട്രിങ്ങിൻ്റെ കറണ്ട് റേറ്റിംഗ് 2, ഓരോന്നിൻ്റെ ഇൻഡിവിജ്വലായിട്ട് 1. സോ 2/1 × 2 എന്ന് പറഞ്ഞാൽ അത്ര 1 തന്നെ വരിക. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി 1 വരില്ലേന്ന്? ഒരിക്കലും അങ്ങനെ വരില്ല. എപ്പോഴും സ്ട്രിങ് എഫിഷ്യൻസിയുടെ വാല്യൂ <1 വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം മൾട്ടിപ്ലൈനേക്കാളും കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഇത് 1 ഇതും 1, അപ്പോൾ മൊത്തം എടുക്കുമ്പോൾ 2 കിട്ടൂലെന്ന് സംശയം വേണ്ട. ചിലപ്പോൾ 1.9 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ചിലപ്പോൾ 1.8 ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 1.5 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴും സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ <1 ആണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നതിനേക്കാളും കുറച്ചായിരിക്കും ന്യൂമറേറ്ററിൽ കിട്ടുക. ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് ഓഫ് ദി സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ കൂട്ടിയതിന് ഈക്വൽ അല്ല, അതിനേക്കാളും കുറവാണ് പലപ്പോഴും കിട്ടുക. അതുകൊണ്ട് എപ്പോഴും സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? <1 ആണ്. ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസിയാണ്. ഡി റേറ്റിംഗ് ഫാക്ടറിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? എത്രത്തോളം റേറ്റിംഗ് നമ്മുടെ ഡിവൈസിൻ്റെ എത്രത്തോളം റേറ്റിംഗ് യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് പറയാം അല്ലെങ്കിൽ ഫിസിക്കലി ഡിനോട്ട്സ് ദ റേറ്റിംഗ് ഓഫ് ദ ഡിവൈസ് വിച്ച് ഇസ് നോട്ട് യൂസ്ഫുൾ ഫോർ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിന് യൂസ്ഫുൾ അല്ലാത്ത ആ ഡിവൈസിൻ്റെ റേറ്റിംഗ്, എത്രത്തോളം ഡിവൈസുകൾ അല്ലെങ്കിൽ എത്രത്തോളം പവർ അല്ലെങ്കിൽ എത്രത്തോളം വോൾട്ടേജ് അല്ലെങ്കിൽ എത്രത്തോളം കറണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ അളവാണ് ഡി റേറ്റിംഗ് ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, ചോദ്യം ഒന്ന് വായിച്ചു തരാം. SCRs വിത്ത് എ റേറ്റിംഗ് ഓഫ് 1000 വോൾട്ട് ആൻഡ് 200 ആംപിയർ. SCRകളുണ്ട്, അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 വോൾട്ട്, അതേപോലെ തന്നെ 200 ആംപിയർ ആർ അവൈലബിൾ ടു ബി യൂസ്ഡ് ഇൻ എ സ്ട്രിങ്. ഇത് ഒരു SCRൻ്റെ റേറ്റിംഗ് ആണ്. ഇതൊരു സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാണ്. ആ സ്ട്രിങ്ങിൻ്റെ മൊത്തം റേറ്റിംഗ്, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ചേർത്തതാണ്. സ്ട്രിങ്ങിൻ്റെ മൊത്തം റേറ്റിംഗ് എന്ന് പറയുന്നത് 6 കിലോ വോൾട്ട് ആണ്. സ്ട്രിങ്ങിൻ്റെ മൊത്തം റേറ്റിംഗ് എന്ന് പറയുന്നത് എത്ര? 6 കിലോ വോൾട്ട്, അതേപോലെ തന്നെ 1 കിലോ ആംപിയർ. അപ്പം നമുക്ക് പറയാം, ഓക്കെ, അത് ഒരു 1000 വോൾട്ടാണ്, അങ്ങനെ 6000 വോൾട്ടുള്ള സ്ട്രിങ്ങാണ്. അപ്പോൾ 6 എണ്ണം. ഇത് 200 ആംപിയറാണ്, 1 കിലോ ആംപിയർ ആയിട്ട് പറയാം, അപ്പോൾ 5. അപ്പോൾ അത് രണ്ടും ശരിയാവണില്ല അല്ലേ? അങ്ങനെ പറയാം, നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഇത്രയാണെങ്കിൽ ഇത്ര എണ്ണം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ? എപ്പോഴും നമ്മൾ പറഞ്ഞു സ്ട്രിങ് ആയിട്ട് എടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും സ്ട്രിങ്ങിൽ ഉണ്ടാവുക. നമ്മൾ ഈ കൂട്ടുന്ന പോലെയല്ല സ്ട്രിങ്ങിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇത് രണ്ടെണ്ണം
1000-ൻ്റെ 2 എണ്ണം, അപ്പോൾ 2000 വോൾട്ട്. അപ്പോൾ സ്ട്രിങ്ങിലുള്ള വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 2000 അല്ല വരിക, ചിലപ്പോൾ അതിനേക്കാൾ കുറവ് എന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര എണ്ണമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇത് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സീരീസ് ആൻഡ് പാരലൽ യൂണിറ്റ്സ്. നമ്പർ ഓഫ്, ഒന്നാമത്തെ ചോദ്യം നമ്പർ ഓഫ് സീരീസ് യൂണിറ്റ്സ്, രണ്ടാമത്തെ ചോദ്യം നമ്പർ ഓഫ് പാരലൽ യൂണിറ്റ്സ്. എത്ര സീരീസ് യൂണിറ്റുകൾ വേണം, എത്ര പാരലൽ യൂണിറ്റുകൾ വേണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു കാര്യം നമുക്ക് തന്നു, ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.1 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്, 0.1. അപ്പോൾ എത്ര എണ്ണം, നമ്പർ ഓഫ് സീരീസ് കണക്റ്റഡ്, നമ്പർ ഓഫ് പാരലൽ കണക്റ്റഡ് ആണ് നമ്മൾ ചോദിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്കിവിടെ ഈ വോൾട്ടേജ് മാത്രം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിങ് എഫിഷ്യൻസി, വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിങ് എഫിഷ്യൻസി. കറണ്ട് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് റേറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രിങ് എഫിഷ്യൻസി എഴുതാം. ഈ കറണ്ട് റേറ്റിംഗ് എന്നുള്ളത് ഏത് കണക്ഷനാണ്, പാരലലിൻ്റെ സംഭവം കിട്ടും. അതേപോലെ സീരീസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാ, സീരീസ് ആയിട്ടുള്ള കണക്ഷൻ്റെ എണ്ണം നമുക്ക് കിട്ടാണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്യാം. നമുക്കറിയാം ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് എഫിഷ്യൻസി എത്ര ആയിരിക്കും, സ്ട്രിങ് എഫിഷ്യൻസി ഈസ് 1 - 0.1 which is equal to 0.9. അപ്പോൾ 0.9 ആണ് സ്ട്രിങ് എഫിഷ്യൻസി. ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ആദ്യം എത്ര സീരീസ് കണക്റ്റഡ് ഉണ്ടെന്ന് നോക്കുക. നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്താ, സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, സ്ട്രിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സീരീസ് കണക്റ്റഡ് SCRs ഇൻറ്റു SCRൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് SCR. ഇത് എത്രയും തന്നിട്ടുണ്ട്, 0.9. കാരണം ഡയറേറ്റിംഗ് ഫാക്ടർ 0.1 ആണെങ്കിൽ സ്ട്രിങ് എഫിഷ്യൻസി 0.9. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം, നമ്മളോട് ചോദിച്ചത് എന്താ, NS ആണ്, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. NS ആണ്, എത്ര എണ്ണം സീരീസ് കണക്റ്റഡ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് NS കാണാനുള്ള ഇക്വേഷൻ എന്താ, NSനെ അങ്ങോട്ട് കൊണ്ടുപോകും, 0.9 അങ്ങോട്ട് കൊണ്ടുപോകും. സോ NS ഇസ് ഈക്വൽ ടു സ്ട്രിങ് എഫിഷ്യൻസി, സ്ട്രിങ് വോൾട്ടേജ് റേറ്റിംഗ് ഡിവൈഡഡ് ബൈ 0.9 ഇൻറ്റു വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് SCR. ഇത് ചെയ്യുമ്പോൾ സ്ട്രിങ് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 kV എന്ന് പറഞ്ഞാൽ 6000 ഡിവൈഡഡ് ബൈ 0.9 ഇൻറ്റു വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് SCR എത്ര, 1000 എന്ന് പറഞ്ഞാൽ 6/0.9. ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടുക നമുക്ക്, 6, ഇതിങ്ങനെ കിട്ടുക 6/0.9. ഇപ്പോൾ 60/9 എന്ന് പറയാം. 60/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 3, 20/3. 20/3 20 എത്ര 3 ഉണ്ട്, 6 point something, 6.66, 6.67 സംതിങ് ആ റേഞ്ചിലാണ് വരിക. 6.67, 6.6. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം, 7 എണ്ണം ഉണ്ടെന്ന് പറയാം. 7 numbers. നെക്സ്റ്റ് ഇൻറ്റീജർ 7 numbers. അപ്പോൾ എത്ര സീരീസ് കണക്റ്റഡ് ഉണ്ട്, 7 എണ്ണം സീരീസ് കണക്റ്റഡ് SCRകൾ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതേപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്തത് എത്ര എണ്ണം പാരലൽ കണക്റ്റഡ് ഉണ്ട്. നമുക്കറിയാം സീരീസ് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പാരലൽ കണക്ഷൻ പാരലായിട്ട് കറണ്ട് ആണെന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ഇക്വേഷൻ എഴുതി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കറണ്ടിൻ്റേതാക്കി മാറ്റുക. അപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. സ്ട്രിങ് വോൾട്ടേജ് റേറ്റിംഗിന് പകരം സ്ട്രിങ് കറണ്ട് റേറ്റിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ കോമ്പിനേഷൻ, പാരലൽ SCR ഇൻറ്റു കറണ്ട് റേറ്റിംഗ് ഓഫ് SCR ഇസ് ഈക്വൽ ടു 0.9. 0.9 തന്നെയാണ് സ്ട്രിങ് എഫിഷ്യൻസി. സ്ട്രിങ് കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, 1 kA. 1 kA എന്ന് പറഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, NPനെ അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ അത് NP, ഇത് 0.9. അപ്പോൾ 5/0.9, 50/9 എന്നുള്ള ആൻസർ കിട്ടും. 50/9 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 5.5 ആ റേഞ്ച്, അല്ലെങ്കിൽ 6 എന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി 6 എന്ന് പറയാം. 6 numbers. അപ്പോൾ എത്ര പാരലൽ കണക്റ്റഡ് ഉണ്ട്, 6 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ന്യൂമറിക്കൽ ചെയ്യാൻ എളുപ്പമാണ്. കറണ്ട് റേറ്റിംഗ് തന്നാൽ കറണ്ട് റേറ്റിംഗുകൾ തരാം, ഒരു സ്ട്രിങ്ങിൻ്റെ മൊത്തം, അതേപോലെ തന്നെ ഒരു SCRൻ്റെ മാത്രം. അപ്പോൾ നമ്പർ ചോദിക്കാം, അല്ല അപ്പോൾ മറ്റത് ചോദിക്കാം. അതേപോലെ രണ്ടും തന്നിട്ട് നമ്പർ എണ്ണ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓപ്പറേഷൻ ഓഫ് SCR നമ്മൾ പറയുകയാണ്.
സീരീസ് ഓപ്പറേഷൻ ഓഫ് എസ് സി ആറിൻ്റെ സീരീസ് ഓപ്പറേഷൻ ആ സമയത്ത് ഒരു പ്രത്യേകത ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സീരീസായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ എസ് സി ആറുകളുടെയും ഇപ്പോൾ ഒരു എസ് സി ആർ കണക്ട് ചെയ്തു, മറ്റൊരു എസ് സി ആർ കണക്ട് ചെയ്തു, വേറൊരു എസ് സി ആർ കണക്ട് ചെയ്തു, എല്ലാം സീരീസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. 3 എസ് സി ആറുകൾക്കും SCR1, SCR2, SCR3 ഇനിയും കുറേ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരേ റേറ്റിംഗുള്ള SCR എടുത്താൽ പോലും 3ൻ്റെയും സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അത് അങ്ങനെ എന്താ പറയുക, എത്ര നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരേ ഡോപ്പിംഗ് കൊടുത്തും ഒരേ കാര്യം കൊടുത്തും ഉണ്ടാക്കി കഴിഞ്ഞാലും അങ്ങനെയാണ് വരും. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടായാലും ഇപ്പോൾ എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് ആദ്യം പറയണം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ 3ലുള്ള വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ആ കാര്യം ആദ്യം ഓർക്കണം. എന്താ പറഞ്ഞത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നിലുമുള്ള വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരേ റേറ്റിംഗ് ഉള്ള സംഭവത്തിൽ 3 വ്യത്യസ്ത വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 3നെയും ഈക്വലൈസ് ചെയ്യണം. 3ലും ഒരേ വോൾട്ടേജ് റേറ്റിംഗ് ആക്കി മാറ്റണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വോൾട്ടേജ് റേറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യസ്തങ്ങളാവാനുള്ള കാരണം എന്നുള്ളതാണ്. ഇവിടെ ലീക്കേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം, ഈ 3 SCRകളുടെയും ലീക്കേജ് റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. ഇതാണ് റീസൺ. എന്തുകൊണ്ട് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യസ്തമാകുന്നു? ലീക്കേജ് റെസിസ്റ്റൻസ് വ്യത്യസ്തമാകുന്നുണ്ട്. ഇപ്പോൾ ലീക്കേജ് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് വിചാരിക്കാം. ലീക്കേജ് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്കിംഗ് വോൾട്ടേജും എന്ത് ചെയ്യും? കൂടും. ലീക്കേജ് റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലീക്കേജ് കറണ്ട് കുറവെന്നാണ്. ലീക്കേജ് കറണ്ട് കുറവെന്നാണ്. അപ്പോൾ ലീക്കേജ് റെസിസ്റ്റൻസും ലീക്കേജ് കറണ്ടും അറിയാമല്ലോ. കറണ്ടും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ ലീക്കേജ് റെസിസ്റ്റൻസ്, ഇതിന് 3ൻ്റെയും ലീക്കേജ് റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇത് 3ഉം വ്യത്യസ്തങ്ങളായിട്ടുള്ള വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള വോൾട്ടേജാണ് ഇതിനെ ക്രോസ് ആയിട്ട് കിട്ടുന്നത്. ലീക്കേജ് റെസിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ, അഥവാ ലീക്കേജ് കറണ്ട് ഇവിടെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ലീക്കേജ് റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ലീക്കേജ് കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ കൂടുതൽ വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് ഇതിന് ഓരോന്നിൻ്റെയും ലീക്കേജ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യുന്നതും വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ റെമഡി, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യസ്തമായത് എങ്ങനെ നമുക്ക് സെയിം ആക്കാം? ഈ 3എണ്ണത്തിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ നമുക്ക് സെയിം ആക്കാം എന്നുള്ളതാണ്. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെയിം വാല്യൂ, ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തു, അതിൻ്റെ വാല്യൂ R എന്ന് പറയും. R എന്ന് പറയുന്ന റെസിസ്റ്റർ, അതേ റെസിസ്റ്റർ തന്നെ ഇവിടെയും കണക്ട് ചെയ്യാം. അതേ റെസിസ്റ്റർ തന്നെ ഇവിടെയും കണക്ട് ചെയ്യുക. ഇങ്ങനെ എത്ര തൈറിസ്റ്ററുകളുണ്ടോ ആ തൈറിസ്റ്ററുകൾക്കൊക്കെ ക്രോസ് ആയിട്ട് സെയിം വാല്യൂ റെസിസ്റ്റൻസ്, സെയിം അഥവാ ഈക്വൽ വാല്യൂ റെസിസ്റ്റൻസ് across each thyristor, across each SCR. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെമഡി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ സൊല്യൂഷൻ? ഈക്വലായിട്ടുള്ള ഇപ്പോൾ ഒരേ വാല്യൂ ഉള്ള ഒരുപാട് റെസിസ്റ്ററുകൾ എടുക്കുക, എന്നിട്ട് ഓരോന്നിനെ ക്രോസ് ആയിട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ എന്താണ് സീരീസ് ഓപ്പറേഷൻ ഓഫ് SCRൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് അത് ഈക്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരേ വാല്യൂ ഉള്ള
റെസിസ്റ്ററുകൾ ഓരോ തൈറിസ്റ്ററിനും ഈച്ച് തൈറിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കൊടുക്കണം. ഒന്നിനെ ക്രോസ് ആയിട്ട് മാത്രം കൊടുത്താൽ പോരാ, വ്യത്യസ്ത വാല്യൂ അല്ല, സെയിം വാല്യൂ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് അക്രോസ് ഈച്ച് SCR. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. എന്താ പറയുക? സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് സീരീസ് ഓപ്പറേഷനിൽ നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെയിം ആക്കാൻ, വോൾട്ടേജ് വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് ഓരോ തൈറിസ്റ്ററിനും അക്രോസ് ആയിട്ട് പാരലലായിട്ട് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യമാണ്. ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താണ്? ഇതേപോലെ തന്നെയുള്ള വിഷയം വരും. ഓരോന്നിനും അക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിലേറ്റവും സ്ലോവർ ആയിട്ടുള്ള, അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും സ്ലോവർ ആയിട്ടുള്ള ഡിവൈസ് SCR ഏതാണോ അതിൻ്റെ അക്രോസ് ആയിട്ട് എക്സസീവ് വോൾട്ടേജ് വരികയും അത് ഡാമേജ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുണ്ടായാൽ ഏറ്റവും സ്ലോവർ ആയിട്ടുള്ള SCRൽ കൂടുതൽ വലിയൊരു വോൾട്ടേജ് വരികയും അത് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇതാണ് ഇവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ട്. ഈ ജംഗ്ഷൻ കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരിക. അപ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരുമ്പോൾ ഡൈനാമിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നമ്മുടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ SCR, ഇപ്പോൾ സീരീസ് ആണെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള SCRകളുടെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ SCR ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ SCRകളുടെ ഏറ്റവും സ്ലോവർ SCR ഏതാണോ അതിന് അക്രോസ് ആയിട്ട് വലിയൊരു വോൾട്ടേജ് വരികയും അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റേഴ്സ്, ഇവിടെ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്ററാണ്. ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്റർ, അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നിന് അക്രോസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. നേരത്തെ ഓരോന്നിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിന് അക്രോസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അതിൻ്റെ പേരെന്താ? ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്റർ. ഡൈനാമിക് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഈക്വലൈസിങ് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കപ്പാസിറ്റർ ചില സമയത്ത് അത് ഡിസ്ചാർജിങ് ആവുന്ന സമയത്ത് വലിയ ഹെവി ഡിസ്ചാർജിങ് കറണ്ട് സ്പൈക്കുകൾ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കപ്പാസിറ്ററിനും സീരീസ് ആയിട്ട് ഒരു ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്താ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വാല്യൂ, സെയിം വാല്യൂ കപ്പാസിറ്റർ. നേരത്തെ നമ്മൾ സ്റ്റാറ്റിക് ഈക്വലൈസിങ് പ്രോപ്പർട്ടി, സ്റ്റാറ്റിക് ഈക്വലൈസിങ് റെസിസ്റ്റർ ഓരോന്നിനും അക്രോസ് ആയിട്ട് സെയിം വാല്യൂ റെസിസ്റ്റർ കണക്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്റർ ഓരോന്നിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. അത് ഒരേ വാല്യൂ കപ്പാസിറ്ററുകളായിരിക്കണം. അതിനെ വിളിക്കുന്ന പേര് ഡൈനാമിക് ഈക്വലൈസിങ് കപ്പാസിറ്റർ എന്നാണ്. ഇനി അതിന് സീരീസ് ആയിട്ട് നമ്മൾ ഓരോ RC എന്ന് വിളിക്കാം. കപ്പാസിറ്ററിന് സീരീസ് ആയതുകൊണ്ട് RC എന്നുള്ള കുറച്ച് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കപ്പാസിറ്റർ ഇത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത്, അത് കപ്പാസിറ്റർ ചാർജ് ആയി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ വലിയ കറണ്ടിലാവും, കറണ്ടിനെ എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരീസ് ആയിട്ട് RC കൊടുത്തിട്ടുള്ളത്. ഇനി ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഈ റെസിസ്റ്റൻസിനെ ബൈപ്പാസ് ചെയ്യണം. റെസിസ്റ്റൻസിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയോഡ് കണക്ട് ചെയ്യാം. അപ്പോൾ റെസിസ്റ്ററിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് റെസിസ്റ്റൻസിൻ്റെ പാരലായിട്ട് ഡയോഡ് കണക്ട് ചെയ്യുന്നത്? ഇത് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് മാത്രമേ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമുള്ളൂ. ചാർജിങ്ങിൻ്റെ സമയത്ത് എന്തിൻ്റെ ആവശ്യമില്ല? റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. ഇതാണ് അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് നീറ്റ്നെസ് കുറവുണ്ടാവും. ഏതായാലും കാര്യം മനസ്സിലാക്കുക, രണ്ട് കാര്യങ്ങളാണ്.
ഇപ്പോൾ സീരീസ് കണക്ഷനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആയ കാരണം അതിന് ഉള്ള പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക് ഇക്വലൈസിങ് റെസിസ്റ്റർ വെച്ചു. എല്ലാ റെസിസ്റ്ററിനും സെയിം വാല്യൂ ആണ് അതിന് പാരലായിട്ട് ഓരോ തൈറിസ്റ്ററിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. അതേപോലെ ഇവിടെ ഡൈനാമിക് പ്രോപ്പർട്ടി ഓരോ തൈറിസ്റ്ററിൻ്റെയും ഡിഫറൻ്റ് ആയ കാരണം ഉണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിനും അക്രോസ് ആയിട്ടും സെയിം വാല്യൂ കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അതിൻ്റെ പേര് ഡൈനാമിക് ഇക്വലൈസിങ് കപ്പാസിറ്റർ എന്നാണ്. ഈ കപ്പാസിറ്റർ ഇത് ഡിസ്ചാർജിങ് ആവുന്ന സമയത്തുള്ള ഹൈ കറണ്ട് സ്പൈക്ക് ഒഴിവാക്കാനായിട്ട് ആ കപ്പാസിറ്ററുമായിട്ട് സീരീസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അതായത് ഒരു RC കോമ്പിനേഷൻ. ശരിക്കും അപ്പോൾ ഈ RC കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം, സ്നെബർ സർക്യൂട്ട് ആണെന്ന് പറയാം. നമ്മൾ സാധാരണ പ്രൊട്ടക്ഷന് വേണ്ടി തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യാറുണ്ട്, സ്നെബർ സർക്യൂട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഡൈനാമിക് ഇക്വലൈസിങ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ RC സ്നെബർ സർക്യൂട്ടാണിത്. അപ്പോൾ ഈ സ്നെബർ സർക്യൂട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, dV/dt പ്രൊട്ടക്ഷൻ, അതായത് dV/dt ട്രിഗറിങ്. നമ്മളറിയാതെ dV/dt ട്രിഗറിങ് ഉണ്ടാവാറുണ്ട്. ആ ട്രിഗറിങ് ഒഴിവാക്കാനാണ് dV/dt പ്രൊട്ടക്ഷൻ അഥവാ സ്നെബർ സർക്യൂട്ട് അഥവാ RC സീരീസ് കണക്ഷൻ നമ്മുടെ തൈറിസ്റ്ററിന് ക്രോസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏതായിട്ടും വരുന്നത്, ഡൈനാമിക് ഇക്വലൈസിങ് അല്ലെങ്കിൽ ഡൈനാമിക് പ്രോപ്പർട്ടി ഇക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് പ്രോപ്പർട്ടി ഇക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു വന്നപ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രം മതി. പക്ഷേ ഡിസ്ചാർജിങ് ഒഴിവാക്കാൻ നമ്മൾ സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം അത് എന്ത് തന്നെയാണ്, സ്നെബർ സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ സ്നെബർ സർക്യൂട്ട് വെച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നം കൂടെ സോൾവ് ആവും. അപ്പോൾ സ്നെബർ സർക്യൂട്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് പ്രോപ്പർട്ടി ഇക്വലൈസേഷനും വരും, മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ച dV/dt പ്രൊട്ടക്ഷനും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സ്നെബർ സർക്യൂട്ടുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ ഓഫ് SCRനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വരാൻ സാധ്യതയുള്ളത് അൺഈക്വൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അൺഈക്വൽ സ്റ്റാറ്റിക് ക്യാര വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അൺഈക്വൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ അൺഈക്വൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓരോന്നിലും കറണ്ടിൻ്റെ അളവ് വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം നമുക്ക് ഇക്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഈ ഡിവൈസ് ഷുഡ് ഹാവ് ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുന്ന ഡിവൈസസിനെല്ലാം തന്നെയും. സോ അൺഈക്വൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും, എന്താ ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്റ്റാറ്റിക് ക്യാര ഒരേപോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺഈക്വൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ളതാണ്. ഇനി അൺഈക്വൽ ഡൈനാമിക് പ്രോപ്പർട്ടി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അൺഈക്വൽ ഡൈനാമിക് പ്രോപ്പർട്ടി. അപ്പോൾ അൺഈക്വൽ ഡൈനാമിക് പ്രോപ്പർട്ടി വരികയാണെങ്കിൽ അതിൻ്റെ കാര്യം, ഇതിപ്പോൾ അൺഈക്വൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് അൺഈക്വൽ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നിയർലി സെയിം ഡൈനാമിക് പ്രോപ്പർട്ടി വേണം. ഇവിടെ എന്താ പറഞ്ഞത്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നിന് മുകളിൽ ഒന്ന് അല്ലെങ്കിൽ അതേ ലെവലിലുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വരണം എന്നുള്ളതാണ്. രണ്ടാമത്തത് അൺഈക്വൽ ഡൈനാമിക് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരേപോലത്തെ ഡൈനാമിക് പ്രോപ്പർട്ടി വേണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, എക്സസീവ് വോൾട്ടേജ് കാരണം അവിടെ ഡാമേജ് ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എക്സസീവ് കറണ്ട് കാരണം സീക്വൻഷ്യൽ ഡാമേജ് ഉണ്ടാവും. ഓരോന്നായിട്ട് സീക്വൻഷ്യലായിട്ട് എന്തുണ്ടാവും, ഡാമേജ് ഉണ്ടാവും SCRന്. അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നേരത്തെ എക്സസീവ് വോൾട്ടേജ് കാരണമാണെങ്കിൽ ഇവിടെ എന്താണ്, എക്സസീവ് കറണ്ട് കാരണമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാ SCRകളെയും ഒരേ ടെമ്പറേച്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. അൺഈക്വൽ സ്റ്റാറ്റിക് ആറേയും അൺഈക്വൽ ഡൈനാമിക് പ്രോപ്പർട്ടീസും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ SCRകളെയും നമ്മൾ ഒരേ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ SCRകളെയും ഒരേ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാ SCRനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യണം. ഓക്കെ, എല്ലാ SCRനെയും ഒരേ ഹീറ്റ് സിങ്കിൽ സിമ്മട്രിക്കൽ പൊസിഷനിൽ, ഇപ്പോൾ ഒരു ഹീറ്റ് സിങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിവിടെ ഇങ്ങനെ ഈക്വൽ സിമ്മട്രിക്കൽ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? മൗണ്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? നമ്മൾ എല്ലാ SCRകളെയും വി ആർ മൗണ്ടിങ് ഓൾ ദ SCRs ഓൺ എ സിംഗിൾ ഹീറ്റ് സിങ്ക് ഇൻ സിമ്മട്രിക്കൽ പൊസിഷൻസ്. സിമ്മട്രിക്കലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇക്വലായിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനെ സിമ്മട്രിക്കലായിട്ടുള്ള എല്ലായിടത്തും ഇപ്പോൾ 4 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് 3 അതിനനുസരിച്ച് സിമ്മട്രിക്കൽ പൊസിഷനിൽ നമുക്ക് ഓരോ SCRകളെയും ഒരേ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ പോയിന്റ് പഠിച്ചു വയ്ക്കാം. ആ പോയിന്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? അതായത് പാരലൽ കോമ്പിനേഷൻ, സ്റ്റേബിൾ പാരലൽ കോമ്പിനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. അപ്പോൾ സെയിം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷന്. അതിന് വേണ്ടിയിട്ട് സെയിം ഹീറ്റ് സിങ്കിൽ നമ്മൾ മൗണ്ട് ചെയ്യണം. സെയിം ഹീറ്റ് സിങ്ക്, അതേപോലെ സിമ്മട്രിക്കൽ പൊസിഷനാണ്. സിമ്മട്രിക്കൽ പൊസിഷനിൽ സെയിം ഹീറ്റ് സിങ്ക് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഈ SCRകൾ തമ്മിൽ മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യാൻ പറ്റും. SCRകൾ തമ്മിൽ ഇപ്പോൾ 2 SCRകൾ ഇങ്ങനെ പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യാം. മാഗ്നറ്റിക്കലി കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒറിജിനൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടു റീസ്റ്റോർ ഒറിജിനൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യാണ് 2 പാരലൽ കോമ്പിനേഷൻ ഓഫ് തൈറിസ്റ്ററുകളെ എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള ഒറിജിനൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ അത് റീസ്റ്റോർ ചെയ്തെടുക്കുന്നു. അവിടെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ശരിക്കും എങ്ങനെയായിരുന്നു ഉണ്ടാവേണ്ടത് ആ രീതിയിലേക്കുള്ള കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അതിനുവേണ്ടി ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു. ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിക്ക് വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറിജിനൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യാം 2 തൈറിസ്റ്ററുകളെയും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളവയെ, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടറിനെ കണക്ട് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഒരേ ടെമ്പറേച്ചർ, ആ ഒരു സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്തുകൂടെ ചെയ്യുന്നു? ഒരേ ടെമ്പറേച്ചറിലാക്കണം. ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെയിം ഹീറ്റ് സിങ്കിൽ സിമ്മട്രിക്കൽ പൊസിഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ SCRകളെയും വയ്ക്കുന്നു. ഇതാണ് നമ്മൾ പാരലൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സീരീസ് കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു. സ്റ്റാറ്റിക് ഇക്വലൈസിങ് റെസിസ്റ്ററും ഡൈനാമിക് ഇക്വലൈസിങ് കപ്പാസിറ്ററും, ആ കപ്പാസിറ്ററിൻ്റെ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററും, ആ റെസിസ്റ്ററിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡയോഡും, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡൈനാമിക് ഇക്വലൈസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡൈനാമിക് പ്രോപ്പർട്ടി ഇക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, ഒരു സീരീസ് കണക്ട് ചെയ്യുന്ന സീരീസ് ആയിട്ട് പാരലായിട്ടൊരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഇരിക്കും ഉണ്ടാവുക, ടൈറിസ്റ്ററുമായിട്ട് പാരലായിട്ട് ഡയോഡ്, അല്ലെങ്കിൽ കപ്പാസിറ്ററായിട്ട് പാരലായിട്ട് ഡയോഡ്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു SCRൻ്റെ അതിൻ്റെ കൂളിങ്ങും ഹീറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ്, ഹീറ്റിംഗ്, തെർമൽ ഇലക്ട്രിക്കൽ അനലോഗി, അതുപോലെ തന്നെ സീരീസ് പാരലൽ കോമ്പിനേഷൻ, അതിലുള്ള സ്ട്രിങ് എഫിഷ്യൻസി, ഡീറേറ്റിംഗ് ഫാക്ടർ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി, സീരീസ് കണക്ഷൻ ആകുമ്പോഴും പാരലൽ കണക്ഷൻ ആവുന്ന സമയത്തും അതിൻ്റെ പ്രോപ്പർട്ടി ഇക്വലൈസ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഓരോന്നിനെയും ചിലപ്പോൾ ഒരേപോലെയുള്ള ഒരേ റേറ്റിംഗ് ഉള്ള തൈറിസ്റ്റർ ആണെങ്കിൽ പോലും ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കറണ്ട് റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും ചിലപ്പോൾ അതിനെ ക്രോസ് ആയിട്ട് വരുന്നതെല്ലാം വ്യത്യാസപ്പെടാം. അപ്പോൾ അത് ഇക്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽസിന് സ്കോപ്പുള്ളൊരു സംഭവമാണ്. കാരണം സ്ട്രിങ് എഫിഷ്യൻസിയുടെ കാര്യമുണ്ട്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ്
സ്റ്റാറ്റിക് ഇക്വലൈസേഷന് വേണ്ടി ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ പോസിബിളാണ്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. അത് വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും, ആ സമയത്ത് ഇത് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.